ഈ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനെ റെപ്രസെന്റ് ലെറ്റർ ക്യാപിറ്റൽ എച്ച് ആണ്. അപ്പം ക്യാപിറ്റൽ എച്ച് വെച്ചിട്ടാണ് ഈ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് മാഗ്നറ്റൈസിംഗ് ഫീൽഡ് എന്ന് പറയാം. അതെന്താന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മളൊരു ബാർ മാഗ്നറ്റ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്റെ കയ്യിൽ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ രണ്ട് പോൾസ് ഉണ്ട്, നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പം സപ്പോസ് നമുക്കറിയാം ഈ നോർത്ത് ടു സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഉണ്ടാവുക. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഫ്രം നോർത്ത് ടു സൗത്ത് പോൾ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഉണ്ടാവുക. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം. അപ്പം ഇതാണ് നോർത്ത് ടു സൗത്തിലേക്ക് ഇവിടെ ഡയറക്ഷൻ ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈസ് ഫ്രം നോർത്ത് ടു സൗത്തിലേക്ക്. ഓക്കെ, ഈ ഒരു മാഗ്നറ്റിന്റെ ഫീൽഡിലാണ് സപ്പോസ് നമ്മൾ ഈ മാഗ്നറ്റിന്റെ ഫീൽഡിൽ നമ്മളൊരു മെറ്റീരിയൽ കൊണ്ടുവയ്ക്കുക. ഒരു മെറ്റീരിയൽ ഇവിടെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഈ മെറ്റീരിയൽ എന്ത് ചെയ്യാം, മാഗ്നറ്റൈസ് ചെയ്യും. ക്ലിയറാണല്ലോ. ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം. മാഗ്നറ്റിക് ഫീൽഡിന്റെ റെപ്രസെന്റ് ലെറ്റർ ബി ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, പിന്നെ അതിൽ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് നമ്മൾ പറഞ്ഞിട്ട് മാഗ്നറ്റൈസിംഗ് ഫീൽഡ് റെപ്രസെന്റ് ലെറ്റർ എച്ച് ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ആ റിലേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ബി ഈക്വൽ ടു, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽ ടു മ്യൂ എച്ച് എന്ന് പറയാം. അതായത് ബി ഈക്വൽ ടു മ്യൂ ഇൻറ്റു എച്ച്. മ്യൂ എന്ന് പറയുന്നത് പെർമിബിലിറ്റി എന്ന് പറയും. മ്യൂവിനെ എന്താണ് പെർമിബിലിറ്റി എന്നാണ് പറയാം. എച്ച് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. ഓക്കെ, എച്ച് എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് എന്ന് പറയാം. അതായത് മാഗ്നറ്റൈസിംഗ് ഫീൽഡിനാണ് എച്ച്, മാഗ്നറ്റിക് ഫീൽഡിന് ബി. ഇവ തമ്മിലുള്ള റിലേഷൻ ബി ഈക്വൽ ടു മ്യൂ ഇൻറ്റു എച്ച്. ഇപ്പൊ ഒരു ഫ്രീ ഫേസിലാണെങ്കിൽ നമുക്ക് മ്യൂവിന് പകരം നമ്മൾ മ്യൂ സീറോ നമുക്ക് എടുക്കാം. അപ്പൊ മ്യൂവിന് പകരം നമ്മൾ എന്തെടുക്കാം, ഒരു ഫ്രീ ഫേസിലാണെങ്കിൽ മ്യൂ സീറോ എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ബി ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു എച്ച് എഴുതാൻ പറ്റും. അതിന് മാഗ്നറ്റിക് ഫീൽഡ് ഈക്വൽ ടു മ്യൂ സീറോ ടൈംസ് ദ മാഗ്നറ്റൈസിംഗ് ഫീൽഡ്. ക്ലിയർ ആണല്ലോ.